ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നലെ പൂരപ്പറമ്പിക്ക് ചേനക്കത്തൂർ പൂരത്തിൻ്റെ പോയ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന്. നമ്മളപ്പോൾ ആദ്യം പോയി കഴിഞ്ഞപ്പോൾ കിച്ചുവിന് ട്രെയിൻ എന്തൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ കയറണം. ഏതാ കാണുന്നു പറഞ്ഞാൽ അവൻ അതിൽ കയറണം കേട്ടോ. അപ്പോൾ വലിയ വലിയ ഐറ്റംസിലൊന്നും നമ്മൾ കയറിയില്ല. ചെറിയ കുട്ടികളെ കൊണ്ട് കയറാൻ പറ്റാത്തതിലൊന്നും കയറിയില്ല കേട്ടോ. അപ്പോൾ ട്രെയിനിൽ ആദ്യം കയറി കഴിഞ്ഞാൽ വീണ്ടും പിന്നെ ഇവന് ഇതിൽ കയറണം എന്നായി. ഇതിൽ കയറി കഴിയുമ്പോൾ മൂപ്പർക്ക് കുറച്ച് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുറച്ച് നേരം തുള്ളിച്ചാടി കളിച്ചു കേട്ടോ. കളിക്കണം എന്ന് പറഞ്ഞ് പിന്നെ ഇറങ്ങി. പിന്നെ അതിലൊന്നും വീണ്ടും കയറാൻ പോയില്ല. പിന്നെ ഉണ്ണിക്ക് കുറച്ച് മേക്കപ്പ് ഐറ്റംസുകളൊക്കെ വേണമെന്ന് പറഞ്ഞ് നമ്മൾ സ്ലൈഡുകൾ കുറച്ച് നോക്കി. സ്ലൈഡുകളുണ്ട്, പിന്നെ ബണ്ണുകളുണ്ട്, എന്ത് ഐറ്റംസ് വേണമെങ്കിലും അതിലുണ്ട് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഉണ്ണിക്ക് ഏതാ വേണ്ടതെന്നുള്ളൊരു തീരുമാനമൊന്നുമില്ല. എല്ലാം കയ്യിലിട്ട് നോക്കുന്നുണ്ട്. എല്ലാം കൂടി കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ. അപ്പോൾ അങ്ങോട്ട് നോക്കി കുറേ നെയിൽ പോളിഷും അതും ഇതൊക്കെ നോക്കിയിട്ടോ. പിന്നെ ഏതെടുത്തൊന്നുമില്ല. പിന്നെ ഒരു ബലൂണ് ബാഗുകൾ വേണമെന്ന് പറഞ്ഞിട്ട് ബാഗുകൾ നോക്കിയിട്ടോ. പക്ഷെ അതൊന്നും ലാസ്റ്റ് ചെയ്യണ ബാഗുകളെല്ലാം കാണാനൊരു ഭംഗിയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതൊന്നും വാങ്ങിയില്ല. പിന്നെ 2-3 ഇത് വാങ്ങിയിട്ടോ. ബണ്ണ് ഇങ്ങനെ കയ്യിലിടണതൊക്കെ അതൊക്കെ വാങ്ങി. ബ്രേസ്ലെറ്റ് പോലുള്ളത് വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾക്ക് മോതിരം എന്ന് വേണം പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ മോതിരക്കടയിൽ പോയി. അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ മോതിരങ്ങൾ ചെറിയ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഉള്ള ഇഷ്ടം പോലെ മോതിരങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 വെറുതെ ഇങ്ങനെ നോക്കി. പക്ഷെ ഒന്നും വാങ്ങിയൊന്നുമില്ല കേട്ടോ മോതിരം. അപ്പോൾ ഉണ്ണിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ പിന്നെ അവളുടെ അളവിനനുസരിച്ചുള്ള മോതിരം കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ ഇതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. എത്ര ഭംഗിയുള്ള മോതിരങ്ങളാണെന്നുള്ളത് കാണുക തന്നെ വേണം. എല്ലാം കൂടി ഇരിക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേകിച്ചുള്ളൊരു ഭംഗിയാണല്ലോ അല്ലേ. അപ്പോൾ ഉണ്ണി ഇങ്ങനെ 2-3 വേറെ വേറെയും പിന്നെ ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊന്നും വാങ്ങിയില്ല. ആകെയുള്ള ഒരു മോതിരം തന്നെ വാങ്ങിയില്ല കേട്ടോ. ഒരു കൃഷ്ണൻ്റെ ഒരു മോതിരമാണ് അവൾ വാങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കിച്ചുവിന് നമ്മൾ എന്താ ടോയ്സ് വേണ്ടത് ചോദിച്ചപ്പോൾ അവന് വണ്ടികളൊക്കെ വാങ്ങണം എന്നാണ് പറഞ്ഞ്. പിന്നെ അവൻ്റെ സെർച്ചിങ് ആണ് ഏതാ വേണ്ടത് എന്നുള്ളത്. പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ ടോയ്സുകൾ ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എന്തൊക്കെയുണ്ട്. അതൊരു ക്ലേ പോലത്തെ ഒരു ഇതാണ് തോന്നുന്നുണ്ട്. എനിക്ക് പേരൊന്നും അറിയില്ല. പിന്നെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഒരു കണ്ണട, നല്ല ഭംഗിയുള്ളൊരു കണ്ണട കേട്ടോ. അപ്പോൾ ഉണ്ണിക്ക് പിന്നെ അത് വേണമെന്നായി. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും അതൊരെണ്ണം വാങ്ങിയിട്ടോ. നല്ല ചന്തണ്ട് കാണാൻ. പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ ടോയ്സുകൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്ത് ഭംഗിയാണ് കാണാൻ. ഓരോന്നും കാണാൻ നല്ല ഭംഗികളുണ്ട് കേട്ടോ. വാങ്ങിയൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കി. നമ്മൾ പിന്നെ എന്ത് കണ്ടു കഴിഞ്ഞാലും നോക്കുമല്ലോ അങ്ങനെ. പിന്നെ കിച്ചുവിന് കാറ് വേണം എന്നൊക്കെ പറയുന്നുണ്ട്, ബസ് വേണം പറയുന്നുണ്ട്. പക്ഷെ അവന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഏതാ വാങ്ങണ്ടെന്നുള്ള ഐഡിയ ഒന്നും ഇല്ല. കാണുന്നതൊക്കെ വേണേനു. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും വാങ്ങില്ല പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവന് ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്നത് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. അപ്പോൾ അതിൽ ഒരെണ്ണത്തിന് 100 രൂപയെങ്ങാണ്ട് ഉണ്ട് അത്. എന്നിട്ട് പിന്നെ അവന് അത് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അതാണ് വാങ്ങിയത് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ടോയ്സുകളുടെ ഒരു കലവറ തന്നെ അവിടെ ഉണ്ട് കേട്ടോ, കുട്ടികൾക്കുള്ളത്. ഹായ് ഗായ്സ്, ഇന്ന് എൻ്റെ അമ്മ വാങ്ങി തന്ന സാധനമാണ് ഇങ്ങനത്തെ സാധനം. കിച്ചനും പൂരപ്പറമ്പെന്ന് വാങ്ങിയതാണല്ലേ മോനെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ ചുമരിൽ ഒട്ടിക്കുകയൊക്കെ ചെയ്യല്ലേ. ഒട്ടിച്ചോക്ക്. താഴത്ത് ഒട്ടിച്ചോക്ക്. താഴത്തിലിങ്ങനെ ഒട്ടു. ആണ്ടാ സ്റ്റൈലി ഇങ്ങോട്ടൊക്കെ.